ഇന്നലെ കണ്ടത് എങ്ങനെയാണ് ഓരോ ഓർഗാനിസത്തിന് എങ്ങനെയാണ് പേര് കൊടുക്കുന്നത്, അതിൻ്റെയൊക്കെ കുറേ റൂൾസ് എങ്ങനെയാണ്, അതെല്ലാം കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ഈ എല്ലാ ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറേ ലിവിങ് ഓർഗാനിസംസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കുന്നതായിരിക്കും എളുപ്പം എന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ഓരോ കാറ്റഗറി അനുസരിച്ചിട്ട് പല കാറ്റഗറീസ് ആയിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് പല കാറ്റഗറീസിൽ നമ്മുടെ ഓർഗാനിസത്തിനെ വെക്കുന്നുണ്ട്. ഓക്കെ, ആ കാറ്റഗറീസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ ടാക്സ എന്ന് പറയുന്നത് എന്നുള്ളതും പറഞ്ഞു. ഓക്കെ, അപ്പോൾ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്യുന്നു. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? പല ടാക്സയിലായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു ബേസ്ഡ് ഓൺ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അതിനെയാണ് ടാക്സോണമി എന്ന് പറയുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടാക്സോണമിക് സ്റ്റഡീസിൽ എന്തൊക്കെയാണുള്ളത്? ടാക്സോണമിക് സ്റ്റഡീസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റേണൽ ഇൻറ്റേർണൽ സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചർ ഓഫ് സെല്ല്, അതുപോലെ ഡെവലപ്മെൻറ്റൽ പ്രോസസ്സ് എങ്ങനെയാണ് നടക്കുന്നത്, അതിൻ്റെ എക്കോളജിക്കൽ, അതിൻ്റെ ചുറ്റുപാട് എങ്ങനെയാണ്, ഒക്കെ ടാക്സോണമിക് സ്റ്റഡീസിൻ്റെ ഭാഗമാണെന്ന് പറയുകയാണേ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബേസിസ് ഓഫ് ടാക്സോണമിക് സ്റ്റഡീസ് എന്താ? എങ്ങനെയാണ് ടാക്സോണമിക് സ്റ്റഡീസ് നടത്തുന്നത്? ആദ്യം ക്യാരക്ടറൈസേഷൻ. ഒരു ജീവിയെ കണ്ടു കഴിഞ്ഞാൽ ആ ജീവിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ബോഡി ഹെയർ ഉണ്ടോ, എക്സ്റ്റേണൽ ആണോ ഇയർ, അതുപോലെ ന്യൂറൽ സിസ്റ്റം എന്താണ്, ഇതെല്ലാം ക്യാരക്ടറൈസേഷൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഐഡൻറ്റിഫിക്കേഷൻ, കറക്റ്റായിട്ട് ഏത് കാറ്റഗറിയിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എല്ലാം ഇതേപോലത്തെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓർഗാനിസത്തിൻ്റെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതും മറ്റ് ഓർഗാനിസം തമ്മിലുള്ള ബന്ധവും ഐഡൻറ്റിഫിക്കേഷൻ്റെ ഭാഗമാണ്. അതേപോലെ ക്ലാസിഫൈ ചെയ്യുക, കറക്റ്റായിട്ടുള്ള കാറ്റഗറീസിൽ കൊണ്ടുപോയിട്ട് കയറ്റുക, അതാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നോമൻക്ലേച്ചർ, പേരിടുക. ബൈനോമിയൽ നോമൻക്ലേച്ചറിനെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞു അല്ലേ. അപ്പോൾ നോമൻക്ലേച്ചർ ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ സ്കോപ്പ് ഓഫ് ടാക്സോണമിക് സ്റ്റഡീസ് എന്ന് പറയാം. നൗ കമ്മിങ് ടു സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഓർഗാനിസവും മറ്റു ഓർഗാനിസവും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആവാം, അപ്പോൾ ഉള്ള ലിവിങ് റിലേഷൻഷിപ്സ് ആവാം, എന്ത് ടൈപ്പ് ലിവിങ് റിലേഷൻഷിപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. സിംബയോട്ടിക്, തമ്മിൽ എന്താ പറയുക, മ്യൂച്വൽ അഡ്വാൻറ്റേജോടുകൂടി ജീവിക്കുന്നതിനെയാണ് സിംബയോട്ടിക് എന്ന് പറയുന്നത്. അതുപോലെ പ്രിഡേറ്ററി റിലേഷൻഷിപ്പ് ആവാം, സിംഹം മാനിനെ പോയി കൊന്നു തിന്നുന്നു, പ്രിഡേറ്ററി റിലേഷൻഷിപ്പ് ആവാം. അങ്ങനെ പല തരത്തിലുള്ള റിലേഷൻഷിപ്സ് ഉണ്ട്. അതിനെപ്പറ്റി പഠിക്കുന്നതാണ് സിസ്റ്റമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കാർലസ് ലിന്നസ് അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻ്റെ പേര് തന്നെ സിസ്റ്റമാ നേച്ചുറ എന്നാണ് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വാട്ട് ഈസ് ദ സ്കോപ്പ് ഓഫ് സിസ്റ്റമാറ്റിക്സ്? സിസ്റ്റമാറ്റിക്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണേ? സിസ്റ്റമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ചെയ്യുന്നുണ്ട്. ഓർഗാനിസത്തിന് കറക്റ്റ് ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ച് സിസ്റ്റമാറ്റിക്കലി അറേഞ്ച് ചെയ്ത് പോകുന്നുണ്ട്. ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്, നോമൻക്ലേച്ചർ ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ എവല്യൂഷണറി റിലേഷൻഷിപ്പിനെ ഉൾപ്പെടെ പല ഓർഗാനിസത്തിൻ്റെ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ് എന്താണ്, നമ്മൾ എവിടെ നിന്നാണ് ഇവോൾവ് ചെയ്ത് വന്നത്, നമുക്കും കുരങ്ങനും കോമൺ ആൻസിസ്റ്റേഴ്സ് ഉണ്ടോ, ഇതെല്ലാം പഠിക്കുന്നതും സിസ്റ്റമാറ്റിക്സിൻ്റെ ഭാഗമാണ്. നൗ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് പറയുന്നത് എന്താണ്? ടാക്സോണമിക് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കുറേ കാറ്റഗറീസിൽ നമ്മൾ അടുക്കി പെറുക്കി വെക്കും എന്ന് പറഞ്ഞില്ലേ. ഈ കാറ്റഗറി ഓഫ് ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറി എന്ന് പറയുന്നത്. എല്ലാ കാറ്റഗറീസിനെയും ഒന്നിച്ച് ചേർന്നിട്ടാണ് ടാക്സോണമിക് ഹയറാർക്കി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഓരോ കാറ്റഗറി, ഇപ്പം നമ്മൾ ഇന്നലെ പറഞ്ഞു നിങ്ങൾ മനുഷ്യനാണ്, മനുഷ്യൻ ഈസ് എ കാറ്റഗറി, അപ്പോൾ അതൊരു ടാക്സയാണ്. നിങ്ങൾ പെണ്ണാണ്, ദാറ്റ് ഈസ് ഓൾസോ എൻ ഐഡൻറ്റിഫയബിൾ ക്യാരക്ടറിസ്റ്റിക്, ദാറ്റ് ഈസ് ഓൾസോ എ കാറ്റഗറി വിച്ച് ഇസ് എ ടാക്സ. പെൺകുട്ടിയാണ്, 16 വയസ്സാണ്, 16 വയസ്സുള്ള പെൺകുട്ടികൾ ഈസ് എ കാറ്റഗറി, അതും ടാക്സയാണ്. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലുള്ളതാണ്, ദാറ്റ് ഈസ് ഓൾസോ എ കാറ്റഗറി. അപ്പോൾ ഇതെല്ലാം ടാക്സയാണ്, ഓരോ കാറ്റഗറിയും ടാക്സയാണെന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞു തന്നെ നമ്മുടെ മനസ്സിൽ ഒരെണ്ണം വരുന്നുണ്ട് അല്ലേ. ഇൻസെക്റ്റ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയാണ്, ഒരു ടാക്സയാണ്. ടാക്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റഗറീസിന് തന്നെ പറയുന്ന പേരാണ് ടാക്സ. അപ്പോൾ ഇൻസെക്ട്സിൻ്റെ പ്രത്യേകത എന്താ? 3 പെയർ ഓഫ് ജോയിൻറ്റഡ് ലെഗ്സ്, 3 പെയർ ഓഫ് ജോയിൻറ്റഡ് ലെഗ്സ് ഉള്ളതിനെയാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. 3 പെയർ എന്ന് പറഞ്ഞാൽ 6 കാലുകൾ, ഹെഡ് സൈഡിൽ, തൊറാസിക് സൈഡിൽ, ഒബ്ഡമൻ സൈഡിൽ ഓരോരോ പെയർ ഉണ്ട്, 2 കാലുകൾ വീതം ഉണ്ട്. അതിനെയാണ് ഇൻസെക്റ്റ് എന്ന് പറയുന്നത്. ഇൻസെക്ട്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു റെക്കഗ്നൈസബിൾ ഒബ്ജക്റ്റ് ആണ്. ഓക്കെ, നമുക്ക് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് പോലത്തെ റെക്കഗ്നൈസബിൾ ഫീച്ചറാണ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് അതിനൊരു റാങ്ക് അല്ലെങ്കിൽ ഒരു ടാക്സ്
ടാക്സോൺ നമ്മൾ കൊടുക്കുന്നുണ്ട്. ചിറകുള്ള സംഭവങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും ബേർഡ്സ് വരും, അതുപോലെ ഇൻസെക്ട്സ് വരും, അങ്ങനെ കുറേ വിഭാഗങ്ങൾ വരും. This is also a recognizable category എന്ന് പറയാം. So it is also given a unit of classification. So taxonomical ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ കാറ്റഗറീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കണമെന്ന് പറയാം. അപ്പോൾ ഈ ടാക്സോണമിക്കൽ ഗ്രൂപ്പ്സ് എന്നും കാറ്റഗറീസ് എന്ന് പറയുന്നത് എല്ലാം ഓരോരോ ബയോളജിക്കൽ എൻറ്റിറ്റീസ്, അതിൻ്റെ അകത്ത് മുഴുവനും ഓരോരോ കുറേ ജീവികളെ എൻകോംപസ് ചെയ്യുന്ന എല്ലാ ജീവികൾക്കും ഒന്നിച്ചുള്ള ഗ്രൂപ്പുകളെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗാനിസത്തിന് ഒരു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ പിടിച്ചിടാനായിട്ട് നമുക്ക് ആ ഓർഗാനിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എന്താണെന്ന് അറിയണം. അതുപോലെ തന്നെ ഈ ഓർഗാനിസവും ഇനി ഒരു ഓർഗാനിസവും തമ്മിലുള്ള സിമിലാരിറ്റി എന്താ, ഡിസിമിലാരിറ്റി എന്താണ് എന്നറിയണം. എനിക്ക് ഈ ഓർഗാനിസം പശുവും ഈ പറയുന്ന പട്ടിയും തമ്മിൽ എന്ത് സിമിലാരിറ്റി ഉണ്ട്, ഒരേപോലെ, എന്ത് ഡിസിമിലാരിറ്റി ഉണ്ട്, ഒരേപോലെയാണെങ്കിൽ ഒരു ഗ്രൂപ്പിൽ കയറ്റണം, അല്ല ഡിഫറെൻ്റ് ആണെങ്കിൽ വേറെ ഗ്രൂപ്പിൽ കയറ്റണം. അവർ ഒരു ഗ്രൂപ്പിൽ എന്ന് പറഞ്ഞാൽ അവർ അനിമൽസിൻ്റെ ഗ്രൂപ്പിലുള്ളതല്ലേ, അനിമേലിയ എന്ന് പറയുന്ന ഗ്രൂപ്പിലുള്ളതാണ്. ഓക്കെ, അതേസമയം കംപ്ലീറ്റ്ലി ഡിസിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് അവർക്ക്. പട്ടി എന്ന് പറയുന്നത് കാർണിവോറസ് ആണ്, മറ്റേത് ഹെർബിവോറസ് ആണ്. കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിനനുസരിച്ചിട്ട് അവരുടെ ഓർഡർ ഡിഫറെൻ്റ് ആയിരിക്കും, ഫാമിലി ഡിഫറെൻ്റ്. അത് നമ്മൾ ഇനി നോക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല രീതിയിലുള്ള എന്താ പറയുക ടാക്സാസ് ഉണ്ട്. ഓക്കെ, സ്പീഷീസ് എന്ന് പറയുന്നത് ഏറ്റവും ചെറുത് പശു ഒരു സ്പീഷീസ്, ഹ്യൂമൻ ബീങ്സ് വേറെ സ്പീഷീസ്, അതുപോലെ തന്നെ പട്ടികൾ വേറെ സ്പീഷീസ്, അങ്ങനെ എല്ലാം സ്പീഷീസാണ്. ഏറ്റവും ചെറിയ ലെവലിനെയാണ് ഫണ്ടമെൻ്റലി ആ സ്പീഷീസിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിസംസ് മുഴുവനും സിമിലർ ആയിരിക്കും. ഹ്യൂമൻ ബീങ്സ്, ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന ഹ്യൂമൻ ബീങ്സിൻ്റെ സ്പീഷീസ് തമ്മിൽ ഫണ്ടമെൻ്റൽ സിമിലാരിറ്റിന് മുഖത്തിന് ചെറിയ വ്യത്യാസവും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ടാവും. ബട്ട് ഡസൻറ്റ് മാറ്റർ, ഫണ്ടമെൻ്റലി വി ഓൾ ആർ സെയിം എന്ന് പറയാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ജീനസ് കഴിഞ്ഞിട്ട് ഫാമിലി, അത് കഴിഞ്ഞ് ഓർഡർ, അത് കഴിഞ്ഞിട്ട് ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ. ഫൈലം എന്ന് പറയുന്ന അനിമൽസ് ആണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ഫൈലം, പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിവിഷൻ, അത് കഴിഞ്ഞിട്ട് കിങ്ഡം, ഹയർ ലെവൽ ഇസ് കിങ്ഡം, ആനിമൽ കിങ്ഡം, പ്ലാന്റ് കിങ്ഡം, ഫംഗൽ കിങ്ഡം. അനിമൽ കിങ്ഡത്തിൻ്റെ ഉള്ളിൽ എല്ലാവരും ഉണ്ടാവും, പട്ടി ഉണ്ടാവും, പൂച്ച ഉണ്ടാവും, ഈ പറയുന്ന ഈച്ച ഉണ്ടാവും, അതുപോലെ പല്ലി ഉണ്ടാവും, എല്ലാ സംഭവം നമ്മൾ മനുഷ്യരും ഉണ്ടാവും. ഓക്കെ, പ്ലാന്റ് കിങ്ഡത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ പുല്ലുണ്ടാവും, അതുപോലെ തെങ്ങുണ്ടാവും, അതുപോലെ ആൽമരം ഉണ്ടാവും. എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടാവും. അതേസമയം സ്പീഷീസ്, ഡോഗിൻ്റെ സ്പീഷീസിൽ ഡോഗ്സ് മാത്രമായിരിക്കും ഉണ്ടാവണേ അല്ലേ. അപ്പോൾ അതുപോലെ മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ആൾക്കാർ തമ്മിലുള്ള സിമിലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ മനുഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് ലെവൽ, മനുഷ്യർ തമ്മിലുള്ള സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേസമയം നെക്സ്റ്റ് പെണ്ണുങ്ങളുടെ ഇടയിലുള്ള സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. തിരുവനന്തപുരത്തെ 16 വയസ്സുള്ള പെണ്ണുങ്ങൾ കമ്പാരിറ്റീവ്ലി സിമിലാരിറ്റി കൂടുതലാണ്. അതിൽ തന്നെ നിങ്ങളുടെ സ്കൂളിലെ പെൺകുട്ടികൾ സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതലാണ്. ഒരേ യൂണിഫോമാണ് ഇടുന്നത്, ഒരേ പാട്ടാണ് പാടുന്നത്, ഒരേ ടൈപ്പ് പുസ്തകങ്ങളാണ് പഠിക്കുന്നത്, സിമിലാരിറ്റി കൂടുതലാണ്. അപ്പം ഇതാണ് മുകളിലത്തെ ലെവല്. ഇത് താഴോട്ട് പോകുന്ന ലെവല്. ഇവിടെ സിമിലാരിറ്റി ഉള്ളിലുള്ള ഓർഗാനിസത്തിന്, ഒരേ സ്പീഷീസിലുള്ള ഓർഗാനിസത്തിന് സിമിലാരിറ്റി കൂടുതലായിരിക്കും. മുകളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഓർഗാനിസം പല ടൈപ്പ് ഓർഗാനിസം ഉണ്ടാവും കിങ്ഡത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ തമ്മിലുള്ള സിമിലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ നോക്കിയേ, സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസത്തിൻ്റെ സിമിലാരിറ്റി എങ്ങനെ ഉണ്ടാവും? സ്പീഷീസിന് സിമിലാരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും എന്ന് പറയാം. ഓക്കെ, അപ്പോൾ വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ഡിഫറൻസസ്. അപ്പോൾ നമുക്ക് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ഉണ്ടാവും, വളരെ എന്താ പറയുക, രണ്ടും ഭയങ്കരമായിട്ട് ഇവർ സിമിലാരിറ്റി കാണിക്കും എന്ന് പറയുകയാണെ. ഈ സ്പീഷീസിൻ്റെ ഉള്ളിൽ തന്നെ മോർഫോളജിക്കൽ കാണാൻ തന്നെ എക്സ്റ്റേണൽ ഇയേഴ്സ്, ബോഡി ഹെയർ, അതുപോലെ തന്നെ മൂക്കിൻ്റെ ഘടന, അതുപോലെ കണ്ണിൻ്റെ ഘടന ഒക്കെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സാണ്. അപ്പോൾ ഈ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒരേപോലെ ഉണ്ടെങ്കിലാണ് സ്പീഷീസിൻ്റെ ഉള്ളിലേക്ക്, ഒരേ സ്പീഷീസിൻ്റെ ഉള്ളിലേക്ക്, ഇപ്പോൾ ഹോമോസേപ്പിയൻസ് എന്ന് പറയുന്ന മനുഷ്യരുടെ വിഭാഗത്തിൽ നമുക്കെല്ലാം എക്സ്റ്റേണൽ ഫീച്ചേഴ്സ് ഉണ്ട്. കണ്ണിൻ്റെ എങ്ങനെയാണ് ബൈനോമിയൽ ഐ
ഐസൈറ്റ് ആണ് നമുക്കുള്ളത്. അതുപോലെ തന്നെ തലമുടിയുണ്ട്, ചിരിക്കാനുള്ള കഴിവുണ്ട്, എണീറ്റ് നിൽക്കാനുള്ള കഴിവുണ്ട്. സി വി ആർ സ്പീഷീസ്. ഇൻസൈഡ് ദറ്റ് സ്പീഷീസ് വി ഹാവ് ഫുൾ സിമിലാരിറ്റി ആണ് ഉള്ളത്. നമ്മളുമായിട്ട് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്ന് പറയുന്നത് ചിമ്പാൻസീസിൻ്റെ സ്പീഷീസ് ഉണ്ട്. അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിനെ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ബേസ്ഡ് ഓൺ മോർഫോളജിക്കൽ ഡിഫറൻസസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. വി ക്യാൻ ഡിസ്റ്റിങ്വിഷ് ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ്. നമ്മളുമായിട്ട് അവർ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അവർക്കും ഈ പറയുന്ന പോലെ ബോഡി ഹെയർസ് ഉണ്ട്, അവരുടെ ഐസൈറ്റ് നമ്മളെ പോലെ തന്നെയാണ്, അവരുടെ ഹാർട്ടിൻ്റെ വർക്കിംഗ് ഏതാണ്ട് നമ്മളെ പോലെയാണ്. സോ മോർഫോളജിക്കൽ ഡിഫറൻസസ് കുഞ്ഞു മോർഫോളജിക്കൽ ഡിഫറൻസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസസ് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും വി ആർ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ്, ഇനിയിപ്പോൾ നമ്മൾ സ്പീഷീസിൻ്റെ എക്സാമ്പിൾ നോക്കാൻ പോകാം. നോക്കിയേ, മാൻജിഫെറ ഇൻഡിക്ക. നമ്മൾ പറഞ്ഞു പേരിടുമ്പോൾ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ എങ്ങനെയാണ്? ആദ്യത്തേത് ജീനസ് നെയിമാണ്, രണ്ടാമത്തേത് സ്പീഷീസിൻ്റെ പേരാണ്. അപ്പോൾ ഇൻഡിക്ക ഇസ് എ സ്പീഷീസ്, ട്യൂബറോസം ഇസ് എ സ്പീഷീസ്, ലിയോ ഇസ് എ സ്പീഷീസ്. മാൻജിഫെറ ഇൻഡിക്ക, മാങ്ങ ആണ് മാൻജിഫെറ ഇൻഡിക്ക. ഇതെല്ലാം ജീനസിൻ്റെ പേരാണ്. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിലെങ്ങനെയാണ് മുകളിലേക്ക് പോകണേ? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ഓർ ഡിവിഷൻ, കിങ്ഡം. ഇതെങ്ങനെയാണ് നമ്മൾ ഓർത്ത് വെക്കണം ഈ കാറ്റഗറീസ്? സ്പെഷ്യൽ ജീൻസ് ഉള്ള ഫാമിലി ഉണ്ടായിരുന്നു, ആ ഫാമിലിയിൽ ഭയങ്കര ഓർഡർ ആയിരുന്നു. ആ ഓർഡറുള്ള ഫാമിലിയിലുള്ള എല്ലാവരും എന്ത് ചെയ്യും? ക്ലാസ്സിൽ പോകും. ക്ലാസ്സിൽ പോയാൽ ഒന്നില്ലെങ്കിൽ അവർ ഫൈറ്റ് ചെയ്ത് നടക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവിഷനിൽ കയറും. അങ്ങനെ അവരെല്ലാവരും അവിടുത്തെ കിങ്സായി. ഓക്കെ, ഇങ്ങനെ കഥ വെച്ചിട്ട് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലെവൽ സ്പീഷീസ്. അപ്പോൾ മാൻജിഫെറ ഇൻഡിക്ക, മാംഗോ. സൊളേനം ട്യൂബറോസം, സൊളേനം ട്യൂബറോസം ഇസ് പൊട്ടാറ്റോ. ട്യൂബറോസം എന്ന് പറയുന്നതാണ് സ്പീഷീസിൻ്റെ പേര്. അപ്പോൾ ഈ പുതിയ പുതിയ വാക്കുകൾ വരുമ്പോൾ 3 പ്രാവശ്യം 5 പ്രാവശ്യം കാണാണ്ട് പറഞ്ഞു നോക്കണം. ഓക്കെ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പെർസ്പെക്റ്റീവിൽ ഇമ്പോർട്ടൻ്റ് ആണ്. പാൻതെറ ലിയോ, ലയൺ. ഈ പാൻതെറ ലിയോയിലെ ഏതാണ് ഇപ്പോൾ സ്പീഷീസ്? ലിയോ എന്ന് പറയുന്ന സ്പീഷീസാണ് ലയണിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ട്യൂബറോസം, പൊട്ടാറ്റോ ആണ്. ട്യൂബറോസം എന്ന് പറയുന്ന സ്പീഷീസ് നെയിമാണ് പൊട്ടാറ്റോനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അവരുടെ ജീനസ് എന്താണ്? സൊളേനം എന്ന് പറയുന്ന ജീനസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ജീനസിൽ ഇപ്പോൾ സൊളേനം തന്നെ നമ്മൾ നോക്കിയെന്ന് വിചാരിച്ചോ, സൊളേനം എന്ന് പറയുന്ന ജീനസിൻ്റെ ഉള്ളിൽ കുറേ സ്പീഷീസ് ഉണ്ടാവും. ഇപ്പോൾ സൊളേനത്തിൽ തന്നെ നൈഗ്രം ഉണ്ട്, സൊളേനത്തിൽ തന്നെ മെലോഞ്ചിജന എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ സൊളേനം എന്ന് പറയുന്ന ജീനസിൽ നൈഗ്രം വന്നു എന്ന് വിചാരിച്ചു. ഈ നൈഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം എന്നറിയാം, ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൊളാനം നൈഗ്രം എന്ന് പറയുന്ന സംഭവം, വിച്ച് ഇസ് ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്ന് പറയും. നമ്മൾ ഇവിടെയൊക്കെ മണത്തക്കാളി കീര എന്ന് പറയും. ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഇത് വെച്ചിട്ട് കറി ഉണ്ടാക്കും കേട്ടോ. ഇതിൻ്റെ കായം ഭയങ്കര നല്ലതാണ്. ഇതിൻ്റെ ഇല വെച്ചിട്ട് ഞങ്ങൾ ചീര പോലെ കുറേ ടൈപ്പ് കൂട്ടാനുണ്ടാക്കും. ഭയങ്കര നല്ലതാണ്, വളരെ നല്ല മെഡിസിനൽ ഹെർബാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മണത്തക്കാളി കീര. ഇപ്പോൾ പക്ഷേ ഈ ശരിക്കും വെറുതെ പറമ്പിലൊക്കെ ഉണ്ടാവുന്ന സാധനമാണ്. പക്ഷേ ഇപ്പോൾ വളരെ റെയറായിട്ടാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. കുറേ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അതുപോലെ തന്നെ അടുത്ത നോക്കിയാൽ അപ്പോൾ സൊളാനം നൈഗ്രം എന്ന് പറയുന്ന ആരുടെ കാറ്റഗറിയിലുള്ളതാ? സൊളാനം പൊട്ടാറ്റോൻ്റെ സൊളാനം ട്യൂബറോസ. ഇവർ 2 പേര് സൊളാനം ട്യൂബറോസം ആണെങ്കിലും സൊളാനം നൈഗ്രം എന്ന് പറഞ്ഞാൽ മണത്തക്കാളി ആണെന്നുണ്ടെങ്കിൽ പോലും ഒരേ ജനറയിൽ പെട്ട ഇതാണ്, ഒരേ ജീനസിൽ പെട്ട സംഭവമാണ്. അതുപോലെ തന്നെയാണ് സൊളാനം മെലോഞ്ചന. സൊളാനം മെലോഞ്ചന എന്ന് പറഞ്ഞാൽ നമ്മുടെ കത്തിരിക്ക. സൊളാനം മെലോഞ്ചനയും ഈ പറയുന്ന ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നാണ് കേട്ടോ ഇതിനെ നമ്മൾ ഇംഗ്ലീഷുകാർ ഭയങ്കര ഇതായിട്ട് പറയണേ. ഓക്കെ, ഈ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്ന് പറയുന്ന സംഭവം മണത്തക്കാളി കീരയാണെങ്കിലും നമ്മുടെ പൊട്ടാറ്റോ ആണെങ്കിലും എല്ലാവരും സെയിം ജീനസിൽ പെട്ട സംഭവമാണ്. അപ്പോൾ സൊളാനം നൈഗ്രം ഇസ് നമ്മുടെ ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ്, സൊളാനം മെലോഞ്ചന എന്ന് പറയുന്നത് നമ്മുടെ കത്തിരിക്ക ആണ്. ഓക്കെ, ഹ്യൂമൻസിൻ്റെ പേരെന്താണ്? ഹ്യൂമൻസ് എന്ന് പറഞ്ഞാൽ ഹോമോസേപ്പിയൻസ് എന്നാണ് സ്പീഷീസിൻ്റെ ഉള്ളിൽ 1 സിമിലാരിറ്റി ആയിരിക്കും. അതേപോലെ നമ്മളുമായിട്ട് ഏറ്റവും ക്ലോസ് ആയിട്ട് സ്പീഷീസ് സിമിലാരിറ്റി കാണിക്കുന്നത്, ഏറ്റവും അടുത്ത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചിമ്പാൻസീസുമാണ്. ചിമ്പാൻസീസ് ആയിട്ടാണ്. 2005 ഒരു റിസർച്ച് പേപ്പർ പ്രകാരം നമ്മളും ചിമ്പാൻസീസും തമ്മിൽ ഓൾമോസ്റ്റ് 95% ഓഫ് DNA മാച്ചിങ് ഉണ്ടെന്ന് പറയാം. സോ വി ആർ ഏറ്റവും ക്ലോസ്ലി റിലേറ്റഡ് ടു ചിമ്പാൻസീസ് ആക്ച്വലി. ഓക്കെ, നൗ കമ്മിങ് ടു ദ നെക്സ്റ്റ് തിങ് വിച്ച് ഇസ് ദ ജീനസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്പീഷീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഓർഗാനിസംസിനെ എല്ലാത്തിനെയും ഒന്നിച്ച് സെയിം മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഓർഗാനിസത്തിനെ ഒന്നിച്ചിടുന്നതാണ്
സ്പീഷീസ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കോമൺ റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ഒന്നിച്ചിടുന്നത്, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഇത് കണ്ടോ, ട്യൂബറോസം എന്ന് പറയുന്ന പൊട്ടറ്റോ ആയിരിക്കും, സൊളാനം സൊളാനം സൊളാനം, ഓൾ ദീസ് സ്പീഷീസ് ആർ റിലേറ്റഡ്. ദാറ്റ് ഇസ് ട്യൂബറോസം, നൈഗ്രം, മെലോഞ്ചന എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസ് ആണ്. റിലേറ്റഡ് സ്പീഷീസിനെ ഒന്നിച്ചിടുന്ന കാറ്റഗറിയാണ് നമ്മുടെ ജീനസ് എന്ന് പറയുന്നത്. സോ ഒരു ജീനസിൽ മോർ ദാൻ വൺ സ്പീഷീസ് ഉണ്ടാകും. നിങ്ങളുടെ തന്നെ ഇപ്പം തന്നെ 11th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ 11th സ്റ്റാൻഡേർഡിൽ പല ഡിവിഷൻസും ഉണ്ട്. അതുപോലെ തന്നെ ഒരു ജീനസിൽ പല 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 സ്പീഷീസും ഉണ്ടാവും. സ്പീഷീസ് എന്ന് പറയുന്നതിൽ സ്പീഷീസിന് ഇതിൻ്റെ ഉള്ളിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും എന്ന് പറയുകയാണേ. ഓക്കെ, അപ്പോൾ ഒരു ജീനസിൻ്റെ ഉള്ളിലുള്ള സ്പീഷീസ് നോക്കിയാൽ ഇവർ തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. S4, S5, S6 തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലായിരിക്കും. എന്നാൽ നമ്മൾ ഈ S1ഉം S4ഉം കമ്പയർ ചെയ്താലോ, S1ഉം S4ഉം കമ്പയർ ചെയ്ത് ഇവർ തമ്മിൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറവാണ്. ഇപ്പോൾ നോക്കിയാൽ 11th സ്റ്റാൻഡേർഡിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. A ഡിവിഷനും B ഡിവിഷനും C ഡിവിഷനും തമ്മിലുള്ള കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കൂടുതലാണ്. 12th സ്റ്റാൻഡേർഡിൽ A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ A ഡിവിഷനും തമ്മിലുള്ള സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെ ഉണ്ടാവും? ഡിഫറെൻ്റ് ആയിരിക്കും, കുറവായിരിക്കും സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ സൊളാനം എന്ന് പറയുന്നതിൽ എന്തൊക്കെയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ട്യൂബറോസം ഉണ്ട്, പൊട്ടറ്റോ ഉണ്ട്. ട്യൂബറോസം, സൊളാനം ട്യൂബറോസമസ്, പൊട്ടറ്റോ, സൊളാനം നൈഗ്രമസ്, ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ്, സൊളാനം മെലോഞ്ചന എന്ന് പറയുന്നതാണ് നമ്മുടെ കത്തിരിക്ക, ബ്രിഞ്ചോൾ എന്ന് പറയുന്ന സാധനം. അതേപോലെ പാൻതെറ എന്ന് പറയുന്ന ജീനസ്, പാൻതെറ എന്ന് പറയുന്ന ജീനസിൽ ആരൊക്കെ ഉണ്ടെന്ന് അറിയോ? പാൻതെറ ലിയോ ഫോർ ലയൺ, പാൻതെറ ടൈഗ്രിസ് ഫോർ ടൈഗർ, പാൻതെറ പാർഡസ് ഫോർ ലെപ്പേർഡ്. ഇവരൊക്കെയാണ് ഒരു ജീനസ്. പാൻതെറ എന്ന് പറയുന്നതാണ് അപ്പോൾ ജീനസ് നെയിം. അപ്പോൾ പാൻതെറ ഇസ് എ ജീനസ്. ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ദ ജീനസ് ഫെലിസ്. ഫെലിസ് എന്ന് പറയുന്നത് കാറ്റ്സിൻ്റെയാണ്. കാറ്റ്സിൻ്റെ പല ടൈപ്പ് കാറ്റ്സ് ആണ് ഫെലിസിൻ്റെ കീഴിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ പാൻതെറ ലയൺ, പാൻതെറ ലിയോ, പാൻതെറ ടൈഗ്രസ്, പാൻതെറ പാർഡസ്, ഇതൊക്കെയാണ് നമ്മുടെ ജീനസ് പാൻതെറയിലുള്ള സ്പീഷീസ്. ലിയോ, ടൈഗ്രസ്, പാർഡസ് ഒക്കെയാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ഫാമിലി. അപ്പോൾ നമ്മൾ സ്പീഷീസ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ജീനസ് വന്നു. അപ്പോൾ സ്പീഷീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫണ്ടമെൻ്റൽ സിമിലാരിറ്റി ഉള്ള ഓർഗാനിസംസ് ഒന്നിച്ച് ഒരു സ്പീഷീസിലായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് സ്പീഷീസിനെ നമുക്ക് മോർഫോളജിക്കൽ ഡിഫറൻസസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, മാൻജിഫെറ ഇൻഡിക്ക, സൊളാനം ട്യൂബറോസം, പാൻതെറ ലിയോ. ഇത് കണ്ടോ, സെപ്പറേറ്റ്ലി അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന കണ്ടോ? നമ്മളിങ്ങനെ പേര് എഴുതുമ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ എഴുതണം, അത് കഴിഞ്ഞിട്ട് അണ്ടർലൈൻ ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ തന്നെ ഇൻഡിക്ക, ട്യൂബറോസം, ലിയോ എന്നൊക്കെ പറയുന്നതാണ് സ്പീഷീസ് എന്ന് പറഞ്ഞു. ഇനി ജീനസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിനെ ചേർത്താണ് ഒരു ജീനസ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, സൊളാനം എന്ന് പറയുന്നത് ജീനസ് ആണ്, പാൻതെറ എന്ന് പറയുന്നത് ജീനസ് ആണ്, ഫെലിസ് എന്ന് പറയുന്നത് കാറ്റ്സിൻ്റെ സ്പീഷീസ് ഒക്കെ ഉള്ള ഒരു ജീനസ് ആണ് ഫെലിസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ഫാമിലി എന്തായിരിക്കും? ക്ലോസ് ആയിട്ടുള്ള ജനറ എല്ലാവരും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് ഫാമിലി എന്ന് പറയുന്നത്. സോ ഒബ്വിയസ്ലി ഫാമിലിയുടെ 2 എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹൈസ്കൂളിൻ്റെ 2 പേരെ ചുമ്മാ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിമിലാരിറ്റി കുറവായിരിക്കും. ചിലപ്പോൾ ഹൈസ്കൂളിൻ്റെ ഈ പറയുന്നത് പോലെ ഒരു കുട്ടി എന്ന് പറയുന്നത് ബോയ് ആയിരിക്കും, ഇനി ഒരു കുട്ടി വേറെ സ്റ്റാൻഡേർഡ്, എൻറ്റയർലി ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡിൽ ഗേൾ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ സിമിലാരിറ്റീസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ രണ്ട് ഗ്രൂപ്പ് ഓഫ് സിമിലർ ജനറ തന്നെയാണ്, പക്ഷേ ഈ ജനറയുടെ ഉള്ളിലേ സിമിലാരിറ്റി കുറവാണ്. പക്ഷെ അതുപോലെ തന്നെ ഫാമിലിയും കൂടി മുകളിലേക്കും കൂടി പോയി കഴിഞ്ഞാൽ എൻറ്റയർലി കുറേ സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി സ്പീഷീസിനെക്കാളും കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാകുന്നത്. സ്പീഷീസിൻ്റെ ഉള്ളിലെ ഓർഗാനിസം സിമിലാരിറ്റി കൂടുതലായിരിക്കും. അതേസമയം നമ്മൾ ജനറ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ സിമിലാരിറ്റി 2 ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 2 ജനറ തമ്മിലുള്ള സിമിലാരിറ്റി. ഫാമിലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഫാമിലി തമ്മിലുള്ള സിമിലാരിറ്റി വളരെയധികം കുറവായിരിക്കും എന്ന് പറയാം.
ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് അറിയാമോ? സൊളനേസിയ എന്ന് പറയുന്നതാണ് പ്ലാന്റ്സിൻ്റെ ഫാമിലിയുടെ എക്സാമ്പിൾ. സൊളനേസിയ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പ്ലാന്റിൻ്റെ ഫാമിലി. സൊളനേസിയയിൽ ആരൊക്കെയുണ്ട്? സൊളാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? നമ്മുടെ ട്യൂബറോസം ഉണ്ടായിരുന്നു, നൈഗ്രം ഉണ്ടായിരുന്നു, അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പൊട്ടറ്റോ ഉണ്ടായിരുന്നു, ബ്രിഞ്ചോൾ ഉണ്ടായിരുന്നു, അതുപോലെ ബ്ലാക്ക് നൈറ്റ് ഷീഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ പെറ്റ്യൂണിയ, ഡെറ്റ്യൂറ എന്നൊക്കെ പറയുന്ന ജെനറ, ഇവരെല്ലാവരും ചേർന്നിട്ടാണ് സൊളനേസിയ ഉണ്ടാക്കിയേക്കണം. സൊളാനം, പെറ്റ്യൂണിയ, ഡെറ്റൂറ. സൊളാനം, പെറ്റൂണിയ, ഡെറ്റൂറ ചേർന്നിട്ടാണ് സൊളനേസിയ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ അതേസമയം ഫെലിഡേ എന്ന് പറയുന്ന ആനിമൽ ഫാമിലി എങ്ങനെയാണെന്നറിയോ? ഫെലിഡേ എന്ന് പറയുന്നതിൽ പാൻതെറയിൽ ആരൊക്കെ ഉണ്ടായിരുന്നത്? നമ്മൾ ഇപ്പോൾ കണ്ടതേ ഉള്ളൂ. ലയൺ, ടൈഗർ, ലെപ്പേർഡ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. ലിയോ, ടൈഗ്രസ്, അതുപോലെ തന്നെ ലെപ്പേർഡ് നമ്മൾ കണ്ടില്ലേ, പാർഡസ് എന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ലെപ്പേർഡിൻ്റെ പാർഡസ്. അപ്പോൾ പാൻതെറ എന്ന് പറയുന്ന ജനറയും അതുപോലെ ഫെലിസ്, കാറ്റ്സ് ഒക്കെ ഉള്ളതാണ് ഫെലിസ് എന്ന് പറയുന്ന ജനറ. ഓക്കെ, കാറ്റ്സ് മാത്രമല്ല വേറെയും സ്പീഷീസുകളുണ്ട്. പാൻതെറ, ഫെലിസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതാണ് ഫെലിഡേ എന്ന് പറയുന്ന ഫാമിലി. ഓക്കെ, അതുപോലെ കാനിഡേ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഫാമിലി ഓഫ് ഡോഗ്സ്. ഓക്കെ, അപ്പോൾ ഈ ഫെലിഡേയും കാനിഡേ ഫാമിലി ഓഫ് ഡോഗ്സും ഈ പറയുന്ന ലയണും തമ്മിൽ സിമിലാരിറ്റി വളരെ കുറവായിരിക്കും എന്ന് പറയാം. അതുപോലെ തന്നെ ഇവർ തമ്മിലും ലയണും കാറ്റും നോക്കിക്കഴിഞ്ഞാലോ, ലയണും കാറ്റും തമ്മിൽ സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവാണ്. അതേസമയം ജനറയിൽ നോക്കിക്കഴിഞ്ഞാലോ, പാൻതെറയുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി സിമിലാരിറ്റി കൂടുതലായിരിക്കും. സ്പീഷീസിൻ്റെ ഉള്ളിൽ സിമിലാരിറ്റി വളരെ കൂടുതലായിരിക്കും. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? സ്പീഷീസ് പൊട്ടറ്റോസ് തമ്മിൽ നല്ല മാച്ചിങ് ആയിരിക്കും. സൊളാനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടറ്റോയും ബ്രിഞ്ചോളും തമ്മിൽ മാച്ചിങ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. സ്പീഷീസിൽ കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. പൊട്ടറ്റോയും ബ്രിഞ്ചോളും തമ്മിൽ കമ്പാരിറ്റീവ്ലി സിമിലാരിറ്റി കുറവായിരിക്കും. അതേസമയം അതേപോലെ തന്നെയാണ് നമ്മുടെ ലയൺസിൻ്റെ ഉള്ളിൽ സിമിലാരിറ്റി കൂടുതലാണ്. ലയണും ടൈഗറും തമ്മിൽ സിമിലാരിറ്റി കുറവാണ്. അതിനേക്കാളും കുറവാണ് ലയണും ഈ പറയുന്ന പൂച്ചയും തമ്മിൽ ഫാമിലിയുടെ ഉള്ളിൽ സിമിലാരിറ്റി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇതും മുകളിലോട്ട് പോകുമ്പോൾ സിമിലാരിറ്റി കുറഞ്ഞ് തന്നെ വരും. ഇനി അടുത്തത് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ ഒരേപോലത്തെ ഫാമിലീസിൻ്റെ കൂട്ടത്തിനെയാണ് നമ്മൾ ഓർഡർ, അസംബ്ലേജ് ഓഫ് ഫാമിലീസ്, അതിനെയാണ് ഓർഡർ എന്ന് പറയാം. ഓർഡർ ആൻഡ് ഹയർ ടാക്സോണമിക് ഓർഡേഴ്സിൽ എന്താണെന്ന് അറിയാമോ? വളരെ ലെസ് കോമൺ ക്യാരക്ടറിസ്റ്റിക്, സിമിലർ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ പോളിമോണിയൽസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലാന്റ്സിൻ്റെ ഒരു ഓർഡറാണ്. ഓക്കെ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാന്ന് പറഞ്ഞാൽ ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഫ്ലോറൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫ്ലവേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവണത്, അതിന് എത്ര ഇതളുണ്ട്, അതെങ്ങനെയാണ്, ഫുൾ വിരിഞ്ഞതാണോ, ജോയിൻറ്റഡ് ആയിട്ടുള്ള പെറ്റൽസ് ആണോ, അതിൻ്റെ സെപ്പൽസ് എന്താണ്, അതിൻ്റെ തന്നെ സ്റ്റേമൻ എങ്ങനെയായിരിക്കണേ, അതുപോലെ തന്നെ ഓവറി എങ്ങനെയായിരിക്കണേ, അങ്ങനെ കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് കേട്ടോ ഫ്ലവേഴ്സിന്. നമ്മൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ആ ഫ്ലോറൽ ക്യാരക്ടറിസ്റ്റിക് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓർഡർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കണം. അപ്പോൾ പോളിമോണിയൽസിൽ എന്തൊക്കെയാണ് ഓർഡർ ഉള്ളത്? കോൺവോൾവ്യൂലേസിയേ. ഓക്കെ, കോൺവോൾവുലേസിയ ഉണ്ട്, അതുപോലെ സൊളനേസിയ ഉണ്ട്. പോളിമോണിയൽസിൽ ആരൊക്കെയാണുള്ളത്? പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ നോക്കിക്കേ നമ്മൾ ഈ സോളനേസിയ നേരത്തെ പഠിച്ചില്ലേ, ഈ ഫാമിലി ഉണ്ട്. പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡറിൽ ആരൊക്കെയാണുള്ളത്? സൊളനേസിയ ഉണ്ട്, കോൺവോൾവുലേസിയ ഉണ്ട്. അതേപോലെ കാർണിവോറ എന്ന് പറയുന്ന ആനിമൽസിൻ്റെ ഓർഡറിൽ ആരൊക്കെയുണ്ട്? ഫിലിഡേയും ഉണ്ട്, കാനിഡേയും ഉണ്ട്. ഫിലിഡേയും ഉണ്ട്, അതുപോലെ കാനിഡേയും ഉണ്ട്. കണ്ട്, ഈ രണ്ട് ഫാമിലിന്ന് ചേർന്നിട്ടാണ്, ഫിലിഡേ കാനിഡേ ചേർന്നിട്ടാണ് കാർണിവോറ എന്ന് പറയുന്ന ഫാമിലി ഉണ്ടാക്കിയേക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ നോക്കിയേ, പോളിമോണിയൽസ് എന്ന് പറയുന്ന ഓർഡർ പഠിച്ചു. പോളിമോണിയൽസിൽ കോൺവോൾവുലേസിയ ഉണ്ട്, സൊളനേസിയ ഉണ്ട്. ഈ സൊളനേസിയ നമ്മൾ ഫാമിലിയിൽ പഠിച്ചു. ഇവർ രണ്ടുപേരും ഫാമിലീസാണ്. ആ സൊളനേസിയ ഫാമിലിയിൽ പഠിച്ചു. ആ ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സൊളാനം എന്ന് പറയുന്ന ജനറ ഉണ്ടായിരുന്നു, അതുപോലെ പെറ്റ്യൂണിയ, ഡെറ്റൂറ. അതിൻ്റെ സൊളാനം എന്ന് പറയുന്ന ജനറേനെയാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. സൊളാനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? സൊളാനം എന്ന് പറയുന്ന ജനറയിൽ നമുക്ക് നൈഗ്രം ഉണ്ടായിരുന്നു, മെലോഞ്ചന ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ
അതുപോലെ തന്നെ ട്യൂബറോസം എന്ന് പറയുന്ന സംഭവം പഠിച്ചു. ഇതേപോലെ തന്നെ ആനിമൽസിൽ നമ്മൾ എങ്ങനെയാണ് പഠിച്ചത്? കാർണിവോറെ പഠിച്ചു. കാർണിവോറയിൽ ഫിലിഡേയും കാനിഡേയും പഠിച്ചു. അതിൽ തന്നെ ഫിലിഡേ കാനിഡയിൽ ആരെയാണ് നമ്മൾ പഠിച്ചത്? ഫിലിഡേ ആണ് പഠിച്ചത്. ഫിലിഡേ എന്ന് പറയുന്ന ഫാമിലിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? പാൻതറയും ഉണ്ടായിരുന്നു, ഫെലിസും ഉണ്ടായിരുന്നു. ഈ പാൻതറ എന്ന് പറയുന്ന ജനറേനെ പറ്റിയിട്ടാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. പാൻതറയിൽ ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ലിയോ ഉണ്ടായിരുന്നു, ടൈഗ്രിസ് ഉണ്ടായിരുന്നു, പാർഡസ് ഉണ്ടായിരുന്നു. ഓക്കെ, പാൻതറ എന്ന് പറയുന്ന ജീനസിൽ ഉണ്ടായിരുന്ന സ്പീഷീസ് ആരൊക്കെയാണ്? ലിയോ ഉണ്ടായിരുന്നു, ടൈഗ്രസ് ഉണ്ടായിരുന്നു, പാർഡസ് ഉണ്ടായിരുന്നു. ഓക്കെ, എല്ലാം എഴുതി പോണം കേട്ടോ. ഇനി ക്ലാസ് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ചേർന്നാണ് ക്ലാസ് ഉണ്ടാവുന്നത്. എക്സാമ്പിൾ മമേലിയ. സിമിലാരിറ്റി വളരെ കുറവായിരിക്കും. ഓക്കെ, ഓർഗാനിസംസ് തമ്മിലുള്ള സിമിലാരിറ്റി വളരെ കുറവായിരിക്കും. അപ്പം മമേലിയ എന്ന് പറയുന്നതിൽ ആരൊക്കെയാണ് ഉണ്ടാവുന്നത്? പ്രൈമേറ്റ എന്ന് പറയുന്ന ഓർഡറും ഉണ്ട്. അതുപോലെ കാർണിവോറ, നമ്മളിപ്പോൾ പഠിച്ച കാർണിവോറ ഉണ്ട്. അപ്പം ആനിമൽസിൻ്റെയാണ് ക്ലാസ് എന്ന് പറയുന്നത്. റിലേറ്റഡ് ഓർഡേഴ്സ് ഉള്ള പ്ലാന്റിൻ്റെ ആണെങ്കിൽ നമ്മൾ ഫൈലം എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അല്ല സോറി, റിലേറ്റഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് എന്ന് തന്നെയാണ് പറയുന്നത്. റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സിനെയാണ് നമ്മൾ ഇതേപോലെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പ്ലാന്റ്സിൻ്റെ ആണെങ്കിൽ ഡിവിഷൻ എന്ന് പറയും. റിലേറ്റഡ് ക്ലാസ് ഇൻ ആനിമൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫൈലം എന്ന് പറയും. ഓക്കെ, വിൽ കം ടു ദാറ്റ്. അപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റഡ് ഓർഡറിനെയാണ് നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാമ്പിൾ എന്താണ്? മെമേലിയ ഇസ് ക്ലാസ്. ആ ക്ലാസ്സിൽ ആരൊക്കെയുണ്ട്? പ്രൈമേറ്റയുണ്ട്, അതുപോലെ കാർണിവോറയുണ്ട്. പ്രൈമേറ്റ എന്ന് പറയുന്നത് ഒരു ഓർഡറാണ്. പ്രൈമേറ്റ ഇസ് എൻ ഓർഡർ. മങ്കി, ഗോറില്ല, ഗിബ്ബൺ ഒക്കെ ഈ പ്രൈമേറ്റയിൽ പെടുന്ന ടീംസാണ്. കാർണിവോറ നമ്മളിപ്പോൾ പഠിച്ചുള്ളൂ. നമ്മുടെ ഫിലിഡേ, കാനിഡേ ഒക്കെ ഉള്ള. ഫിലിഡേയിൽ ആണ് പട്ടിയും പൂച്ചയും, അല്ല പട്ടിയില്ല, അതിൽ പൂച്ചയും അതുപോലെ ടൈഗറും അതുപോലെ ലയണും ഒക്കെ ഉള്ളത്. അതേപോലെ കാനിഡയിലാണ് ഡോഗ്സ് എല്ലാം ഉള്ളത്. അപ്പോൾ കാർണിവോറ നമ്മൾ പഠിച്ചു. കാർണിവോറ ഏത് ക്ലാസ്സിലാണ്? മെമേലിയയിലാണ്. അപ്പോൾ മെമേലിയയിൽ ആരൊക്കെയുണ്ട്? പ്രൈമേറ്റയും ഉണ്ട്, അതുപോലെ കാർണിവോറയുണ്ട്. കാർണിവോറയിൽ ആരുണ്ട്? ഫിലിഡേയും ഉണ്ട്, കാനിഡയും ഉണ്ട്. ഫിലിഡയിലും കാനിഡയിലും ആരെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചത്? ഫിലിഡേനെ കുറിച്ചാണ് പഠിച്ചത്. ഫിലിഡയിൽ ആരാണുള്ളത്? പാൻതറയും ഫെലിസും ഉണ്ട്. പാൻതറയും ഫെലിസും എന്ന് പറയുന്നത് ആരാണ്? ജനറയാണ്. പാൻതറയുടെ ജനറയിൽ ആരൊക്കെയുണ്ട്? ലിയോ ഉണ്ട്, അതുപോലെ തന്നെ ടൈഗ്രിസ് ഉണ്ട്, അതുപോലെ തന്നെ ആരാണ്? പാർഡസ് ഉണ്ട്. ഓക്കെ, ഇത്രയും സംഭവം മനസ്സിലായോ? ഉള്ളിലോട്ടാണ് പോകുന്നത്. നൗ ഫൈലം നോക്കിക്കഴിഞ്ഞാൽ ഫൈലം എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ചേർന്നിട്ടാണ് ഫൈലം ഉണ്ടാവുന്നത്. പ്ലാന്റ്സിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് ചേർന്നാണ് ഡിവിഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, ഡെഫിനറ്റ്ലി സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് വളരെ വളരെ കുറവായിരിക്കും. നൗ കോർഡേറ്റ എന്ന് പറയുന്നത് ഒരു ഫൈലമാണ്. ഓക്കെ, കോർഡേറ്റയിൽ ആരൊക്കെയാണ് ഉള്ളത്? കോർഡേറ്റ എന്ന് പറയുന്നത് എങ്ങനെയാണ് ആ ഒരു ഫൈലം, കോർഡേറ്റ എന്ന് പറയുന്ന ഫൈലത്തിനെ ഉണ്ടാക്കിയെന്നറിയാം? പ്രസൻസ് ഓഫ് നോട്ടോകോഡ് ആൻഡ് ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വെർട്ടിബ്രൽ കോളം പോലത്തെ ഒരു സാധനമാണ് നോട്ടോകോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പോലെയുള്ള ജീവികൾക്ക് ഈ പറയുന്ന പോലെ നോട്ടോകോഡ് വന്നിട്ട് അത് റീപ്ലേസ്ഡ് ആണ്. വെർട്ടിബ്രൽ കോളം വെച്ചിട്ട് റീപ്ലേസ്ഡ് ആണ്. ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം, അതായത് ആ സ്പൈനൽ കോഡ് പോലത്തെ ബാക്ക് സൈഡ്, ഡോർസൽ മീൻസ് ബാക്ക് സൈഡിലെ ഹോളോ ആയിട്ടുള്ള ന്യൂറൽ സിസ്റ്റം, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അങ്ങനത്തെ സംഭവം ഉള്ള ജീവികളെ എല്ലാവരെയും ചേർത്തിട്ട് ഒരു ഫൈലമായ കോർഡേറ്റയിൽ പിടിച്ച് കയറ്റി. അപ്പോൾ അതിൽ തന്നെ ആരൊക്കെയുണ്ട്? ഫിഷസ് ഉണ്ട്, ആംഫീബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളകളെ പോലെയുള്ള സാധനമുണ്ട്, റെപ്റ്റൈൽസ് ഉണ്ട്, ക്രോക്കഡൈലിനെ പോലത്തെ റെപ്റ്റൈൽസ് ഉണ്ട്, മാമൽസ് മനുഷ്യരെ പോലത്തെ മാമൽസ് ഉണ്ട്. ഇത് നോക്കി ഇവർ തമ്മിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഫിഷസും മാമൽസും. ഐ ടോൾഡ് യു നോ, ഓർഗാനിസംസ് വിത്തിൻ ദ ഫൈലം വിൽ ഹാവ് വെരി ഫ്യൂ സിമിലാരിറ്റി. വാട്ട് വാസ് their similarity? Presence of notochord and a dorsal hollow neural system. അതാണ് അവരുടെ സിമിലാരിറ്റി. But then there are lot of dissimilarities between organisms which are in same phylum എന്ന് പറയാം. സോ കോർഡേറ്റയിൽ ആരൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ പറഞ്ഞ? കോർഡേറ്റയിൽ കുറേ പേരുണ്ട്. നമുക്ക് ആകപ്പാടെ എന്താ പറയുക അറിയാവുന്നത് ഇതിൽ പ്രസൻസ് ഓഫ് നോട്ടോകോഡും ഡോർസൽ ഹോളോ ന്യൂറൽ സിസ്റ്റം. ഒരു ന്യൂറൽ സിസ്റ്റം ഉണ്ട് ഡോർസൽ ബാക്ക് സൈഡിൽ ഹോളോ ആയിട്ട്, നമ്മുടെ സ്പൈനൽ കോഡ് പോലത്തെ സിസ്റ്റം. ഇവർക്ക് എല്ലാവർക്കും അതുണ്ട്. നട്ടിലുള്ള ജീവികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, നോട്ടോകോഡിൻ്റെ പ്രസൻസ് ഉണ്ട്. നോട്ടോകോഡ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ലൈക്ക് ദ വെർട്ടിബ്രൽ കോളം. മനുഷ്യർക്കൊക്കെ നോട്ടോകോഡ് റീപ്ലേസ് ബൈ ദ വെർട്ടിബ്രൽ കോളമാണ്. ഓക്കെ, അങ്ങനെയുള്ള എല്ലാവരെയും ചേർന്നിട്ടാണ് കോർഡേറ്റ എന്ന് പറയുന്ന സംഭവത്തിലേക്ക് പിടിച്ച് കയറ്റിയിരിക്കുന്നത്, ഫൈലത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്.
Now coming to plants, related class in plants fall under division. റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്, പ്ലാന്റ്സിലെ റിലേറ്റഡ് ക്ലാസ്സസ് എല്ലാവരും ചേർന്നിട്ടാണ് ഡിവിഷനിലേക്ക് വരുന്നത്. അവർക്ക് വളരെ ഫ്യൂ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കിയേ, സ്പീഷീസ്, കോമൺ ആയിട്ടുള്ള സ്പീഷീസിനെ നമ്മൾ ജീനസിലേക്ക്, കോമൺ ജീനസിനെ ഓൾമോസ്റ്റ് ക്ലോസ്ലി റിലേറ്റഡ് ജീനസ് എല്ലാവരും ചേർന്ന ഫാമിലി, ക്ലോസ് റിലേറ്റഡ് ഫാമിലി ചേർന്നിട്ട് ഓർഡർ, ക്ലോസ് റിലേറ്റഡ് ഓർഡർ ചേർന്ന ക്ലാസ്, ക്ലോസ് റിലേറ്റഡ് ക്ലാസ് എല്ലാവരും ചേർന്നിട്ട് ഇൻ ആനിമൽസ് ഇറ്റ് വിൽ ബിക്കം ഫൈലം, ഇൻ പ്ലാന്റ്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബിക്കം ഡിവിഷൻ. ക്ലോസ്ലി റിലേറ്റഡ് ഡിവിഷൻ എല്ലാവരും ചേർന്നിട്ടാണ് കിങ്ഡം ഉണ്ടാക്കുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു കിങ്ഡം, അനിമേലിയയിൽ എല്ലാ ആനിമൽസും വിച്ച് ബിലോങ് ടു വേരിയസ് ഫൈല, ദേ ബിലോങ് ടു അനിമേലിയ കിങ്ഡം. അതേപോലെ ഓൾ ദ പ്ലാന്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഡിവിഷൻസ്, ദേ ബിലോങ് ടു പ്ലാന്റ് കിങ്ഡം. മനസ്സിലായോ? ഓക്കെ, നൗ അപ്പോൾ ഇതിൻ്റെ കുറേ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട്. ഇത് നോക്കിയേ, മാൻ്റെ ബയോളജിക്കൽ നെയിം എന്താ? ഹോമോ സേപ്പിയൻസ്. ഹോമോ എന്ന് പറയുന്നത് ജീനസ് ആണ്. ഓക്കെ, സേപ്പിയൻസ് എന്ന് പറയുന്നതാണ് ആകെ സ്പീഷീസ് നെയിം. പക്ഷേ സ്പീഷീസ് നെയിം ഒറ്റയ്ക്ക് നമ്മൾ സാധാരണ പറയില്ല. ഓക്കെ, ബയോളജിക്കൽ നെയിം ഒന്നിച്ചാണ് നമ്മൾ പറയുക, ഹോമോ സേപ്പിയൻസ്. ഹോമോ ഇസ് ദ ജീനസ് നെയിം, ഫാമിലി ഈസ് ഹോമിനിഡേ, അതുപോലെ ഓർഡർ ഇസ് പ്രിമേറ്റ, ക്ലാസ് എന്ന് പറയുന്ന മെമേലിയാണ്, ഫൈലം ഓർ ഡിവിഷൻ ഇസ് കോർഡേറ്റ. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈച്ച, മസ്ക ഡൊമസ്റ്റിക്ക ആണ് നമ്മുടെ ബയോളജിക്കൽ നെയിം. ജീനസ് ഇസ് മസ്ക, മറ്റേതോ മ്യൂസിഡേ, അത് കഴിഞ്ഞിട്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഡിപ്റ്റേറ, ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റ, ആൻഡ് ഫൈലം ഇസ് ആർത്രോപോഡ്. ഈ ആർത്രോപോഡിനെ കുറിച്ച് കോർഡേറ്റനെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. ഇനി മാംഗോ നോക്കിയാൽ മാൻജിഫെറ ഇൻഡിക്ക. ജീനസ് എന്ന് പറഞ്ഞാൽ മാൻജിഫെറ, ഇതിൻ്റെ ആദ്യത്തെ വാക്കല്ലേ ജീനസ് എന്ന് പറഞ്ഞാൽ. ഇനി അതേപോലെ തന്നെ ഫാമിലി എന്ന് പറഞ്ഞതോ അനാകാർഡിയേസേ, അതുപോലെ ഓർഡർ എന്ന് പറഞ്ഞതോ സാപ്പിൻഡേൽസ് എന്നാണ് ഇതിൻ്റെ ഓർഡർ. ആരുടെ? മാങ്ങയുടെ ഓർഡർ. മറ്റേതോ ക്ലാസ് എന്താണ്? ഡൈക്കോട്ടിലിഡോണെ. ഞാൻ എന്തിനാ അങ്ങനെ പറയണമെന്നറിയാം, അല്ലെങ്കിൽ നിങ്ങൾ സ്പെല്ലിംഗ് തെറ്റിക്കും. ഓക്കെ, ഫൈലം എന്ന് പറയുന്നത് ആൻജിയോസ്പെർമേ. നൗ കമ്മിങ് ടു വീറ്റിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണ്? ട്രിറ്റിക്കം ഏസ്റ്റിവം. ജീനസ് നെയിം ഇസ് ട്രിറ്റിക്കം. ഫാമിലി എന്ന് പറയുന്നത് പോവാസിയേ. ഓക്കെ, ഓർഡർ എന്ന് പറയുന്നതോ പോയൽസ് ആണ് അതിൻ്റെ ഓർഡർ. ക്ലാസ് എന്ന് പറയുന്നതോ മോണോകോട്ടിലിഡോണെ. ഓക്കെ, ക്ലാസ് എന്ന് പറയുന്നത് മോണോകോട്ടിലിഡോണെ. നൗ ഫൈലം എന്ന് പറയുന്നതോ ആൻജിയോസ്പെർമേ തന്നെയാണ്. രണ്ടുപേരും ആൻജിയോസ്പെർംസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. സ്പീഷീസ് ഉണ്ടായിരുന്നു, എന്നിട്ട് ജീനസ്, നമ്മൾ എന്തൊക്കെയാണ് പഠിച്ച ക്ലാസിഫിക്കേഷനാണ് പഠിച്ചത്. അപ്പോൾ ടാക്സോണമിക്കൽ ഹയറാർക്കിനെ കുറിച്ച് ആദ്യം നമ്മൾ സ്പീഷീസിനെ പറ്റി പഠിച്ചു, പിന്നെ ജീനസിനെ പറ്റി പഠിച്ചു, പിന്നെ ഫാമിലി, ഓർഡർ, അത് കഴിഞ്ഞിട്ട് ക്ലാസ്, ഫൈലം, അത് കഴിഞ്ഞിട്ട് ഫൈലം ഓർ ഡിവിഷൻ, പിന്നെ നമ്മൾ കിങ്ഡത്തിലേക്ക് പോയി. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത്ര ഈസി ഒന്നല്ല. ഇറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്സ് എന്ന് പറയാം. അപ്പോൾ ഫ്രം സ്പീഷീസ് തൊട്ട് കിങ്ഡം വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ലോവർ ടാക്സ മെമ്പേഴ്സ് ലൈക്ക് സ്പീഷീസ് പോലത്തെ ലോവർ ടാക്സ ആണെങ്കിൽ അതിൻ്റെ മെമ്പേഴ്സിന് കുറേ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് അവർ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ജനറലിൽ നോക്കിയാൽ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് കുറവായിരിക്കും. കാറ്റഗറി മുകളിലേക്ക് പോകും തോറും അവരുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പോലും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മീനും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും? മീനും മനുഷ്യനും ഒരേ കിങ്ഡത്തിൽ, ഒരേ ഫൈലത്തിൽ പെട്ട ആൾക്കാരാണ്. പക്ഷെ ഇവരുടെ റിലേഷൻഷിപ്പ് ഡിറ്റർമിൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഇസ് വെരി കോംപ്ലെക്സ് എന്ന് പറയാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ടേബിൾ കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടാക്സോണമിക്കൽ സ്റ്റഡീസ്.